സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പരിക്കേറ്റവരെ എത്തിച്ചാൽ അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് നിന്നാണ് ശാലിനി ചേരുന്നത്. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇതിനകം ദുരന്ത നിവാരണ അതോറിറ്റി മത്സ്യത്തൊഴിലാളികൾക്കടക്കം തീരദേശത്ത് താമസിക്കുന്നവർക്കടക്കം നൽകിക്കഴിഞ്ഞത്? സുരേഷ്, ഒരു മാസത്തിനിടയിൽ രണ്ടാമത്തെ കപ്പൽ അപകടമാണ് കേരള തീരത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തെ ആശങ്കയോടുകൂടിയാണ് മത്സ്യബന്ധന തൊഴിലാളികൾ കാണുന്നത്. സമാനമായ രീതിയിൽ തന്നെ അതിനെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ ട്രോളിംഗ് നിരോധനം നിൽക്കുന്നത് കൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികളൊന്നും തന്നെ കടലിലില്ല, അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ സംസ്ഥാന സർക്കാർ 2 ജില്ലകൾക്ക് ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എറണാകുളം ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ കളക്ടർമാരോട് മെഡിക്കൽ സംവിധാനങ്ങൾ അടക്കം ഒരുക്കി വെക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള നടപടികൾ ആ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. മംഗലാപുരം അടക്കമുള്ള മേഖലകളിലേക്കും ഈ പരിക്കേറ്റവരെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ആംബുലൻസ് സർവീസുകൾ അടക്കം ഒരുക്കി നിർത്താനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടങ്ങൾക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ തന്നെ തീരദേശ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. വെള്ളത്തിലിറങ്ങിയുള്ള ഒരു രീതിയിലുള്ള ഇടപെടലുകളും ഉണ്ടാകരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 150ഓളം വരുന്ന കണ്ടെയ്നറുകളിൽ വിഷപദാർത്ഥങ്ങൾ, രാസപദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ എന്തൊക്കെ പദാർത്ഥങ്ങളാണ്, എത്ര കണ്ടെയ്നറുകളിൽ വീതം, ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസുകൾ അടിസ്ഥാനത്തിലുള്ള രാസവസ്തുക്കളാണ് എന്നുള്ള കാര്യം കണ്ടെത്താനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഷിപ്പിംഗ് മന്ത്രാലയവുമായിട്ടും ഒപ്പം തന്നെ ഷിപ്പിംഗ് കമ്പനിയുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ 269 മീറ്റർ നീളമുള്ള ഷിപ്പാണ്. അത്ര ചെറിയ ഷിപ്പൊന്നുമല്ല. അതിൽ ഏകദേശം 600-ലധികം വരുന്ന കണ്ടെയ്നറുകളുണ്ട്. 150ഓളം വരുന്ന കണ്ടെയ്നറുകളിൽ അതീവ രാസപദാർത്ഥങ്ങളാണ്. അതേ ഗുരുതര സ്വഭാവമുള്ള, അപകട സ്വഭാവമുള്ള പദാർത്ഥങ്ങളാണ്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളുണ്ട്. ക്ലാസ് 3 പ്രകാരമുള്ള കണ്ടെയ്നറുകളാണ് അവ. ഒപ്പം തന്നെ തീപിടിക്കാൻ സാധ്യതയുള്ള കരവസ്തുക്കളുണ്ട്. ക്ലാസ് 4.1 പ്രകാരമുള്ള കണ്ടെയ്നറുകളാണ് ആ കാറ്റഗറിയിലുള്ളതാണ്. തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളുണ്ട്. അത് ക്ലാസ് 4.2 പ്രകാരമുള്ള കണ്ടെയ്നറുകൾ അതിലുണ്ട്. അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കൾ ക്ലാസ് 6 പ്രകാരം ആ കണ്ടെയ്നറുകളുണ്ട്. അത് എത്ര എണ്ണം വീതം, അല്ലെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള അപകടകരമായ വസ്തുക്കൾ എത്ര കാറ്റഗറി അല്ലെങ്കിൽ എത്ര കണ്ടെയ്നറുകൾ വീതമാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അതൊക്കെ സ്ഥിരീകരിച്ച് അതിന്റെ കൃത്യമായ കണക്കുകൾ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ ഷിപ്പിംഗ് മന്ത്രാലയവും ഷിപ്പിംഗ് കമ്പനി കൂടി നൽകിയാൽ മാത്രമേ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകാൻ കഴിയുകയുള്ളൂ. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഒന്നും നിലവിൽ നൽകിയിട്ടില്ല എങ്കിൽ പോലും ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങുന്നത് ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കാരണം ചെറു ബോട്ടുകളടക്കം മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവരുമുണ്ട്. അതേസമയം തന്നെ ഈ തീരദേശത്തുള്ളവർ നേരത്തെ കപ്പലപകടം ഉണ്ടായപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തീരദേശവാസികളടക്കം കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനടുത്തേക്ക് പോകരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ, ആ ഒരു നിർദ്ദേശം തന്നെ ഇപ്പോഴും നൽകിയിട്ടുണ്ട് പ്രാഥമികമായി തന്നെ, അല്ലേ? സുരേഷ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം അന്ന് മെയ് മാസം 24-ാം തീയതി അപകടമുണ്ടാകുന്ന സമയത്ത് ഉടനടി തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേരുകയും സാഹചര്യങ്ങൾ വിലയിരുത്തി കോസ്റ്റ് ഗാർഡുമായി സംയുക്തമായി പ്രവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അതായത് അപരിചിതമായ വസ്തുക്കൾ തീരത്തോടടുക്കോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്കോ അവരുടെ കൺമുൻപിലോ വിടുകയാണെങ്കിൽ അതിൽ തൊടാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ അത് എടുത്തുകൊണ്ട് പോകാനോ ഒന്നും തന്നെ ശ്രമം നടത്തരുത് എന്നുള്ളതാണ്. പക്ഷേ അന്ന് അതിലുണ്ടായിരുന്നത് കൂടുതലും പ്ലാസ്റ്റിക് ഗ്രാനുകളും അത്തരത്തിലുള്ള വസ്തുക്കളായിരുന്നുവെങ്കിൽ ഇതങ്ങനെയല്ല സാഹചര്യം. കാരണം അത്രയധികം അപകടമുണ്ടാക്കുന്ന കാർബൺ മോണോക്സൈഡും കാർബൺ അടക്കമുള്ള പദാർത്ഥങ്ങൾ, സൾഫർ അടക്കമുള്ള പദാർത്ഥങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത് സാധാരണ ലെവലിലേക്ക് വരുമ്പോൾ സ്വമേധയാ തീപിടിക്കുന്നതുണ്ട്. ഒപ്പം തന്നെ വെള്ളത്തിൽ പടർന്നാൽ തീപിടിക്കുന്ന വസ്തുക്കളുണ്ട്. കരപദാർത്ഥങ്ങൾ പുറത്തേക്കെടുത്താൽ അല്ലെങ്കിൽ അതിന് സ്വതന്ത്രമാകുന്ന സമയത്ത് തീപിടിക്കുന്ന വസ്തുക്കളുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ, ചൂട് അങ്ങനെയുള്ള അന്തരീക്ഷ താപനിലയിലേക്കൊക്കെ അത് മാറുമ്പോൾ തീപിടിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ കരുതലോടെയും
അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ഒപ്പം തന്നെ ഈ 2 ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ഐസൻ അടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് കപ്പൽ നിലവിൽ നിയന്ത്രണ വിധേയമല്ല, കപ്പൽ ഒഴുകി നടക്കുകയാണ്. തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ കണ്ടെയ്നറുകൾ ഒരുപക്ഷെ ഇനി വരും മണിക്കൂറിൽ കടലിൽ പതിക്കാനുള്ള സാഹചര്യമുണ്ട്. കപ്പൽ തന്നെ ഒരുപക്ഷെ കടലിൽ പതിക്കാനുള്ള സാധ്യതകൾ കൂടി മുങ്ങിപ്പോകാനുള്ള അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അത്തരത്തിലുള്ള മുൻകരുതലുകളാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഈ ജില്ലകൾക്ക് കോഴിക്കോട് ഒപ്പം തന്നെ എറണാകുളം അടക്കമുള്ള ജില്ലകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ കപ്പൽ ഒഴുകി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ കാറ്റിന്റെ ഗതിയും വെള്ളത്തിന്റെ ഒഴുക്കും ഒക്കെ അറിഞ്ഞുകൊണ്ട് സമീപത്തുള്ള ഏതെങ്കിലും തീരത്തേക്ക് തന്നെ ആ കപ്പൽ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള എല്ലാ മേഖലകളിലും എല്ലാ ജില്ലാ തീരദേശ മേഖലകളിലേക്ക് പ്രത്യേക ജാഗ്രത കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. എന്തായാലും ആംബുലൻസുകൾ, ആശുപത്രികൾ, മെഡിക്കൽ സംവിധാനങ്ങൾ, ഡോക്ടർമാർ അടക്കമുള്ളവർ സജ്ജീകരിച്ചിരിക്കാൻ അല്ലെങ്കിൽ അത് സജീവമായി നിൽക്കാനും ഒപ്പം തന്നെ അവർ അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് സംസ്ഥാന നിർദ്ദേശം തന്നെയാണ്, ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ബന്ധപ്പെട്ടവർ നൽകിയിരിക്കുന്നത്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.